ഹായ് ഹലോ നമസ്കാരം. ജെയിംജറിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ നായകനാവുന്ന സിനിമയാണ്. പുള്ളിക്കാരൻ തന്നെയാണ് ഇത് എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉണ്ണി മുകുന്ദൻ സിനിമകൾ വരുമ്പോൾ പൊതുവെ എനിക്കാണെങ്കിൽ പോലും ഈ ഒരു പുള്ളിക്കാരന്റെ രാഷ്ട്രീയം മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും സിനിമകളാണോ എന്ന് നമുക്ക് പേഴ്സണലി അറിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ആളുകൾ ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അറിയുന്ന ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ടും വന്നിട്ടുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല പുള്ളിക്കാരന്റെ രാഷ്ട്രീയം എന്തും ആകട്ടെ, പേഴ്സണലി ഞാൻ അതിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് സിനിമ എങ്ങനെ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ ഇത് ഏത് രീതിയിൽ പോകുന്ന സിനിമയാണ്, എന്താണ് ഇതിന്റെ ജോണർ, ഇതൊക്കെ അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. ആകെ അറിയാവുന്നത് കാല് തളർന്നിരിക്കുന്ന ഒരാളാണ് എന്ന് മാത്രം അറിയാം. പിന്നെ ഒരു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ അമാനുഷികമായുള്ള കഴിവുള്ള ഒരു സൂപ്പർ ഹീറോ ടൈപ്പ് ക്യാരക്ടർ ആണോ എന്നൊരു ഡൗട്ടും കൂടെ ഉണ്ട്. എന്തായാലും കണ്ടു നോക്കാം. 1 മിനിറ്റ് 28 സെക്കൻഡ്. റെഡി. യൂസ് ഹെഡ്ഫോൺസ്. യെസ്. സിദ്ധനാട് വളരെ ചെറിയൊരു ഗ്രാമമാണ്. മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയായിരിക്കാം. ചെറുപ്പത്തിലെ വലിയ ബൈക്കറാവണമെന്നായിരുന്നു അവന്. ഞാനറിയാതെ കോളേജിൽ പഠിക്കുമ്പോൾ ബൈക്ക് എടുത്തോണ്ട് പോയതാണ്. തീരുമാനമായി. പക്ഷെ ഏതൊരാപത്തിനെയും പ്രതിരോധിക്കാൻ തക്ക ഒന്നിനെ പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ഒടുവിൽ അവൻ അവിടെ എത്തി. സിദ്ധ കിണറിനെത്തി. ചെറുക്കൻ ഡ്രസ് പഠിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി. അവനെ ആ കിണറിൽ എത്തിക്കുക എന്നത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. സിദ്ധൻ ജയഗണേഷിന് അവന്റെ ജന്മരഹസ്യം ഊതിക്കൊടുത്തു. വെള്ളത്തിനടിയിൽ നിന്ന് ജയഗണേഷിന് കിട്ടിയ പോലൊരു സൂപ്പർ പവർ കിട്ടാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞില്ലേ? പക്ഷേ അവിടെ ഒന്നിന്റെയും അവസാനമായിരുന്നില്ല. പുതിയൊരു ജയഗണേഷിന്റെ തുടക്കമായിരുന്നു. ജയ് ഗണേഷ്. Now wait for a miracle. അയാൻ 11 ഏപ്രിൽ 2024. രഞ്ജിത് ശങ്കർ ഫിലിം അല്ലേ? കൊള്ളാം, കുഴപ്പമില്ല. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂപ്പർ ഹീറോ സംഭവമാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം നമുക്ക് ആകെയുള്ള ഒരു സൂപ്പർ ഹീറോ മലയാളത്തിലുള്ളത് മിന്നൽ മുരളിയാണ്. സോ അതിനുശേഷം ജയ് ഗണേഷ് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ബൈക്കർ ആവണം അല്ലെങ്കിൽ റേസർ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരാൾ അച്ഛനോട് പറയാതെ ഒരു ദിവസം രാത്രി വണ്ടി എടുത്തു പോകുന്നു, ആക്സിഡന്റ് ആവുന്നു, 2 കാലും തളർച്ചയില് വീൽ ചെയറിലാവുന്നു. സോ പുള്ളിക്കാരന് ഒരു എന്താ പറയാ അതൊന്ന് പുറത്തു വരുന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ അയാൾ സിദ്ധക്കിണർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുന്നു, അതിലേക്ക് വീഴുന്നു. മേ ബി അങ്ങനെ സിദ്ധൻ ജന്മരഹസ്യം ഊതി കൊടുക്കുന്നു. ആ ജന്മരഹസ്യമായിരിക്കും. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ഇവൻ അവിടെ എത്തുക എന്നുള്ളത് കാലത്തിന്റെ തീരുമാനമായിരുന്നു എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. സോ അതിനുശേഷം അവള് ചില മിറാക്കിൾ സംഭവിക്കുന്ന മിറാക്കിൾ എന്താന്നുള്ളത് സിനിമ കാണുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ. സോ ഒരു സൂപ്പർ ഹീറോ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ആ കാർട്ടൂൺ പോലുള്ള ഡ്രോയിങ്സും ആ ബുക്സും ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് മാവീരനാണ് ഓർമ്മ വരുന്നത്. അത് SK നായകനായിട്ട് വരുന്ന നമ്മളെ ശിവകാർത്തികൻ നായകനായിട്ട് വന്ന ആ സിനിമ കിട്ടുന്ന സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൽ ഇപ്പോൾ ഒരു കാർട്ടൂൺ ആർട്ടിസ്റ്റ് ആണല്ലോ, ഡ്രോയിങ് ചെയ്യുന്ന ആളാണ്. സോ പുള്ളിക്കാരൻ ഇതുപോലെ ഒരു സൂപ്പർ പവർ കിട്ടുന്ന പോലത്തെ ഒരു പരിപാടിയാണല്ലോ അതിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. സോ അത്തരത്തിൽ അതേപോലത്തെ സിനിമ അല്ല, അത്തരത്തിലൊരു സാധനമാണോ എന്നൊരു ഡൗട്ട് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അത് മേ ബി ഈ ഡ്രോയിങ്സും സംഭവം കണ്ടുകൊണ്ടായിരിക്കും. ചിലപ്പോൾ അതായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ഈ സിനിമയിൽ ആകെ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സീനിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഇത് ഈ മറിക്കുന്ന സംഭവം കാണിച്ചിട്ടുണ്ടാവും. നമുക്കറിയില്ല. ഇപ്പൊ ടീച്ചർ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും പ്രതീക്ഷയുള്ള സിനിമയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിൽ ആളുകൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ സിനിമയായിട്ട് കണ്ടാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഞാനത് റിയാക്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പുള്ളിക്കാരന്റെ രാഷ്ട്രീയത്തിനോടോ പേഴ്സണൽ ലൈഫിനോടോ ഒന്നും യാതൊരു താല്പര്യമില്ല. പക്ഷേ ഈ സിനിമ നമ്മൾ സിനിമയായിട്ട് കാണുക. ഇതിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകളുടെ സ്വപ്നമുണ്ട്, ഒരുപാട് ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ അദ്ദേഹം ഈ രാഷ്ട്രീയപരമായി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിനെ എതിർക്കുക. സിനിമയിൽ വേറെയും കുറെ ആളുകൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെയും കൂടി ലൈഫാണെന്ന് അംഗീകരിക്കേണ്ട ഒരു സംഭവം നമുക്കുണ്ടല്ലോ. സോ എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. ബാക്കി സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോൾ ടീസർ കണ്ടിട്ട് ടീസർ നല്ലൊരു
ഒരു പ്രോമിസിങ് ആയിട്ടുള്ള സംഭവമായിട്ട് തന്നെ തോന്നുന്നത്. പിന്നെ എനിക്ക് ആ വീൽ ചെയറിലുള്ള അങ്ങനെ അലറിയിട്ട് എന്ന് പറഞ്ഞാൽ അലറിയിട്ട് പുള്ളിക്കാരൻ ഒരു പോയല്ലോ ഒരു അർജൻസി ഉണ്ടല്ലോ, ഒരു അർജായിട്ട് ഇങ്ങനെ. അതെനിക്ക് തോന്നുന്നത് പുള്ളിക്ക് എണീറ്റ് നടക്കാൻ കഴിയില്ല. അപ്പം കൺമുമ്പിൽ എന്തോ ഒരു സംഭവം കണ്ടു, ഒന്നെങ്കിൽ ഒരു അപകടം നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പുള്ളിക്കാരന് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപായം സംഭവിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എണീറ്റ് നടക്കാനോ ഓടാനോ വയ്യ. അപ്പൊ ആ ഒരു അർജൻസി ഉണ്ടല്ലോ, ഇങ്ങനെ ആ വീൽ ചെയർ ചക്രം തിരിച്ച് പോകുന്ന ഒരു ആ സംഭവം ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല അവിടെ ആ കാർട്ടൂണിൽ മറ്റേ ക്യാരക്ടർ ഇങ്ങനെ ഓടുന്നതും അതിന് പകരം ഇവിടെ ഇങ്ങനെ പോകുന്നതും കൂടി കാണിച്ചിട്ടുള്ള കട്ട്സും ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. എന്തായാലും ഒരു സൂപ്പർ ഹീറോ ആണോ അതല്ല വേറെ എന്തെങ്കിലും സംഭവമാണെന്നുള്ളതൊക്കെ നമുക്ക് സിനിമ കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട്. ഇത് ഒരുപാട് ആളുകൾ നമ്മോട് എന്താ പറയുക സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സജസ്റ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഞാനത് കണ്ടിട്ടില്ലായിരുന്നു, ഞാൻ ഇപ്പൊ തന്നെയാണ് കാണുന്നത്, ഫസ്റ്റ് റിയാക്ഷൻ ആണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. അടുത്തിട്ട് കാണാം. കാണുന്നവരെ.